ഇവിടെ യേശുവിന് ചരിത്രപരമായ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അഹീമലേക്കാണ്, അബിയാദറല്ല പുരോഹിതൻ. അത് 1 ശമൂവേൽ വായിച്ചാൽ മതി. ഇനി ഇതിനെക്കുറിച്ച് മത്തായും ലൂക്കായും എന്ത് എഴുതിയേക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പുരോഹിതന്റെ പേര് പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മത്തായിയും മർക്കോസും ലൂക്കോസും ഇത് വിവരിക്കുന്ന വാക്യത്തിന്റെ ഘടന സെയിം ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും സെയിം ആണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? നമുക്ക് പറയാം, ഇത് യേശു പറഞ്ഞ കാര്യമാണ്, അത് അവരെടുത്ത് എഴുതിയത് കൊണ്ട് ഈ സിമിലാരിറ്റി ഉണ്ടായത്. പക്ഷെ അങ്ങനെയാണോ? യേശു സംസാരിച്ചത് അറാമായ ഭാഷയാണ്, ഈ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം എത്ര രീതിയിൽ വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളും കൂട്ടുകാരും ഒരു സംഭവം കണ്ടു, 3 പേര് ഇരുന്ന് ആ സംഭവം നിങ്ങൾ വിവരിക്കുന്നു. നിങ്ങളുടെ തന്നെ ഭാഷയിലാണെങ്കിൽ പോലും ഒരേ വാക്യത്തിന്റെ ഘടനയും ഒരേ വാക്കുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത എന്താണ്? നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുള്ളതല്ലേ. ഇങ്ങനെ ഒരേ വാക്യങ്ങളും ഒരേ വാക്കുകളും ഒരിടത്ത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ടീച്ചർമാർ എന്തായിരിക്കും പറയുക? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതൊന്നുമല്ല, ഇതിപ്പം 3 സുവിശേഷകര് ഇത്രയും വലിയ സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരുപോലെ വാക്യങ്ങൾ വരുന്നതാവാം. ഏകദേശം 300ഓളം വാക്യങ്ങളില് മത്തായിയും മർക്കോസും ലൂക്കോസും ഇവയുടെ വാചക ഘടനയിൽ സിമിലാരിറ്റി ഉണ്ട്. ഇതുകൂടാതെ 200ഓളം വാക്യങ്ങളിൽ മത്തായിലും ലൂക്കോസിലും വാക്യഘടനയിലും വാക്കുകളിലും സാമ്യതയുണ്ട്. അപ്പൊ ഞാനീ പറയുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. പുതിയ നിയമം അക്കാഡമിക് ആയിട്ട് പഠിക്കുന്ന ആരും ആദ്യം തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് സിനോപ്റ്റിക് പ്രോബ്ലം. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾക്ക് സാഹിത്യപരമായിട്ട് ഒരു സാമ്യതയുണ്ട്. സാമ്യത എന്നുള്ളതല്ല, ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ അവര് വിളിക്കുന്നത് സിനോപ്റ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിനോപ്റ്റിക് പസിൽ എന്നുള്ളത്. സാധാരണ നമ്മള് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെ കൺസിഡർ ചെയ്യുന്നത് 4 വ്യത്യസ്ത സാക്ഷികളായിട്ടാണ്. പക്ഷെ നമ്മൾ കാണുന്നു മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർക്ക് വാക്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട്. അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏകദേശം ഒരേപോലെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 സുവിശേഷങ്ങളെ വ്യത്യസ്ത സാക്ഷികളായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും ഇതിനെ 4 സാക്ഷികളാണ് എന്ന് അച്ഛന്മാരോ പാസ്റ്റർമാരോ ഒക്കെ ചോദിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അവരോട് ചോദിക്കുക, എന്താണ് സിനോപ്റ്റിക് പ്രോബ്ലം, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്.